പല കാരണങ്ങൾ കൊണ്ട് പഠനകാലത്ത് ക്ലാസ്സിൽ നിന്നും പുറത്തു പോകേണ്ടി വന്ന അനുഭവം നിങ്ങളിൽ ചിലർക്കെങ്കിലും ഉണ്ടാകും. എന്നാൽ ഇവരുടെ കൂട്ടായ്മയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? എങ്കിലുണ്ട്. മലപ്പുറം വേങ്ങര യത്തീംഖാന സ്കൂളിലെ 11 പേർ ഈ കൂട്ടായ്മയുടെ ഓർമ്മയിലാണ്. ചില സൗഹൃദങ്ങൾ ഇങ്ങനെയാണ്. ഒത്തൊരുമിച്ചാൽ പിന്നെ ചങ്ങലക്കണ്ണി പോലെ ദൃഢവും അനന്തവുമായി നീണ്ടുകിടക്കും. അതെ, മലപ്പുറം വേങ്ങര യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച 11 കൂട്ടുകാരുടെ സൗഹൃദം ഇങ്ങനെ വളരുകയാണ്. ക്ലാസ്സിൽ നിന്നും വികൃതി കാണിച്ചതിന് പുറത്താക്കപ്പെട്ടപ്പോൾ മുട്ടിട്ട സുഹൃത്ത് ബന്ധം. സ്കൂളിൽ മക്കളുണ്ടാകുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ഇവരുടെ രക്ഷിതാക്കൾക്ക് പലതവണ വിദ്യാലയാങ്കണത്തിൽ കയറിയിറങ്ങേണ്ടി വന്നു. ഇതൊരു പതിവായപ്പോൾ രക്ഷിതാക്കൾ തമ്മിൽ സുഹൃത്തുക്കളായി. അതിന്റെ പാത പിന്തുടർന്ന് ഈ 11 പേരും. വസിം, ഇക്ബാൽ, സാദിഖ്, റജിൽ, ഹഷിം, സുഹൈൽ, സലാം, മുസഫർ, നിസാർ, അഷ്റഫ്, നിഖിൽ. വികൃതിക്കുട്ടന്മാരായിരുന്നെങ്കിലും ഇവർ പഠനത്തിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു. 80% മാർക്ക് വാങ്ങിയാണ് 11 പേരും 10ാം ക്ലാസ് പാസ്സായത്. എൻട്രൻസ് എഴുതി മെറിറ്റിൽ തന്നെ മിക്കവരും അഡ്മിഷനും നേടി. ഇതിൽ 9 പേരിപ്പോൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ്. ഒരാൾ അക്കൗണ്ടന്റ്, മറ്റൊരാൾ നഴ്സിംഗ് സ്റ്റുഡന്റ്. ചുരുക്കി പറഞ്ഞാൽ ഈ 11 ചങ്ങാതിമാരും ജീവിക്കുന്നത് പലയിടത്ത്. സൗഹൃദം നഷ്ടപ്പെടരുതെന്ന നിർബന്ധത്തിൽ പൂർവാധിക ശക്തിയോടെ ഈ സുഹൃത്തുക്കൾ ഒത്തുകൂടി. അതിനായി ഒരു മാർഗം ഇവർ തന്നെ ആലോചിച്ച് കണ്ടെത്തി. എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് ആണെങ്കിൽ ഈ കൂട്ടായ്മ നിലനിന്നു പോരും. അവസാനം ആ ചിന്ത ഇവന്റ് മാനേജ്മെന്റിൽ എത്തിച്ചേർന്നു. അതാണ് ഇൻഷ്യ ഡിസൈനേഴ്സ്. പന്തൽ പണിക്കാർ മുതൽ വെൽക്കം ഗേൾസ് വരെയുള്ള 500-ലേറെ ജോലിക്കാർ, പാചകക്കാർ 65 പേർ. 25,000 പേർക്ക് വേണമെങ്കിലും ഒരേ സമയം ആഹാരം വിളമ്പാൻ സൗകര്യമുള്ള ഇവന്റ് ഗ്രൂപ്പ്. കൊച്ചിയിലും കോഴിക്കോട്ടും മലപ്പുറത്തും ഓഫീസുകൾ. 11 പയ്യന്മാരുടെ പരസ്പര സൗഹൃദം നഷ്ടപ്പെടാതിരിക്കാൻ തുടങ്ങിയ ആലോചനകൾ ഇപ്പോൾ ഉയരങ്ങൾ താണ്ടുകയാണ്. സ്കൂളിലെ പ്രധാന പരിപാടികളുടെ സംഘാടകരായതിന്റെ പിൻബലത്തിലാണ് ഇവരുടെ ഓരോ നീക്കവും. പൂന്തോട്ടം നിർമ്മിച്ചു തുടങ്ങിയ കൂട്ടായ്മ കോൽക്കളിയിലൂടെ യുവജനോത്സവ വേദി കയറി. ഒരു പൈസ പോലും മുതൽ മുടക്കില്ലാതെ അന്ന് നേടിയ വിജയങ്ങൾ എന്തുകൊണ്ട് ഇന്നും ആയിക്കൂടാ എന്ന ചിന്ത. ആ ചിന്ത എത്തിനിന്നത് ഈ ബിസിനസ് സംരംഭത്തിലാണ്. കൂട്ടത്തിലൊരാളുടെ വിവാഹ ചടങ്ങുകൾ ഈ കൂട്ടായ്മ ഭംഗിയായി നടത്തിയതോടെ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. അങ്ങനെ ഇൻഷ്യ ഡിസൈനേഴ്സിലൂടെ അധ്വാനത്തിന് പുതിയൊരു ചരിത്രം രചിച്ച് ഈ 11 പേർ. സഹപാഠികൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും ആഹാരം വിളമ്പിയാണ് ഈ ബിസിനസ് ആരംഭിച്ചത്. സാധാരണ കുടുംബത്തിൽ നിന്നും വളർന്നു വന്നവർ ഇന്ന് ആത്മാഭിമാനത്തോടെ ഒത്തുകൂടുന്നു. ഏത് നാട്ടിലായാലും ഇവർക്ക് ഒരു ഉൾവിളി വരും. ഒത്തുകൂടാൻ പിന്നെ കാത്തിരിപ്പ് വേണ്ട. ഈ ബന്ധം തകരാതിരിക്കാൻ ഇവർക്കിടയിൽ ചില അലിഖിത നിയമങ്ങളുണ്ട്. പുകവലി, മദ്യപാനം തുടങ്ങിയ യാതൊരു ദുശ്ശീലവും പാടില്ല. അതിനൊപ്പം അമിതമായി ലാഭമുണ്ടാക്കാനുള്ള മനോഭാവവും പാടില്ല. ഒപ്പം ആഹാര സാധനങ്ങൾക്ക് നിശ്ചിതമായ ഗുണനിലവാരം ഉണ്ടായിരിക്കണമെന്ന കാര്യത്തിലും ഇവർക്ക് നിർബന്ധമുണ്ട്. ഇറാനിയൻ, മലായ്, അറേബ്യൻ, ലബനീസ് തുടങ്ങിയ വിവിധ നാടുകളിലെ രുചികളാണ് ഇവർ വിളമ്പുന്നത്. ഇതും ഈ സുഹൃത്തുക്കൾക്ക് മാത്രം അഭിമാനിക്കാവുന്ന വക. ഒരു സമയത്ത് ക്ലാസ്സിന് പുറത്തിരുന്നവർ ഇന്ന് അവരവർ പഠിക്കുന്ന വിദ്യാലയത്തിലെ ഹീറോകളാണ്. പഠനത്തോടൊപ്പം ബിസിനസ്സുകാരായതിന്റെ മഹത്വത്തിൽ. ഇതിനൊപ്പം ഇവർ പാഠമാവുകയാണ്. തമ്മിൽ തല്ലിപ്പിരിയാൻ കാരണം കണ്ടെത്തുന്ന സമൂഹത്തിൽ. എന്നുമെന്നുമണയാതെ ശോഭ ചൊരിയുന്ന ദീപമോ സൗഹൃദം. ദീപനാളമായി താപമായി സൂര്യശോഭയായൊരീ സൗഹൃദം. എന്നുമെന്നുമണയാതെ ശോഭ ചൊരിയുന്ന ദീപമേ സൗഹൃദം. ദീപനാളമായി താപമായി
സൂര്യശോഭ